ഇപ്പോഴിപ്പോൾ സ്ഥിരീകരിക്കട്ടെ. ഇരുന്നു. നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ? കഥ മതിയോ? ഓക്കെ. ഈസ്റ്ററൊക്കെ അടുത്തു വരികയാണ്. അപ്പോൾ ഈസ്റ്ററിന് ഈശോ ഉയർത്തെഴുന്നേൽക്കുന്ന മനോഹരമായ രംഗങ്ങളൊക്കെ നമ്മൾ വീണ്ടും കാണാൻ പോകുന്നു. ശരിക്കും പണ്ടത്തെ വിശുദ്ധന്മാരും ശിഷ്യന്മാരുമൊക്കെ യേശുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ട് അല്ലേ? നിങ്ങളതുപോലെ യേശുവിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഈശോയെ കാണാൻ പറ്റോ? എങ്കിൽ ഞാനൊരു കഥ പറയാം. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ. ഒരു നട്ടുച്ച നേരം മനോഹരമായ ഒരു ദേവാലയം. ആ ദേവാലയത്തിലേക്ക് ഒരു പുരോഹിതൻ കടന്നു വരികയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ബൈബിളും ഒരു ജപമാലയുമുണ്ട്. ആ ദേവാലയത്തിൻ്റെ അരികിലുള്ള ഒരു കുമ്പസാരക്കൂട്ടിലേക്ക് ആ വൈദികൻ നടന്നു നീങ്ങുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് തൻ്റെ കയ്യിലുള്ള ജപമാല അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു യുവാവ് തൻ്റെ മനസ്സിലും തൻ്റെ കയ്യിലും നിറയെ ഭാരങ്ങളുമായി വളരെ ക്ഷീണിതനായി ആ ദേവാലയത്തിലോട്ട് കടന്നു വരുന്നത്. അദ്ദേഹം പതിയെ പതിയെ നടന്ന് കുമ്പസാരക്കൂട്ടിൽ അച്ഛന് സമീപത്തായി മുട്ടുകുത്തുന്നു. അങ്ങനെ ആ യുവാവ് അച്ഛനോട് തൻ്റെ എല്ലാ സങ്കടങ്ങളും തൻ്റെ എല്ലാ ഭാരങ്ങളും താൻ ചെയ്ത എല്ലാ പാപങ്ങളും ഒന്നുപോലും മറച്ചു വയ്ക്കാതെ എല്ലാം ആ വൈദികനോട് തുറന്നു പറയുന്നു. അവസാനം ആ വൈദികൻ ആ യുവാവിന് പാപമോചനം നൽകി. പെട്ടെന്നാണ് ഒരു പ്രകാശിതമായ കരം അദ്ദേഹത്തിൻ്റെ തോളിൽ വന്നു പതിക്കുന്നു. പെട്ടെന്ന് ആ കരങ്ങൾ മാഞ്ഞുപോയി. അയാളുടെ മുമ്പിൽ ഒരു പ്രകാശം. കർത്താവിനെ കാണാൻ പറ്റുമോ? കാണാൻ പറ്റും.